നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഇത്തവണ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് പ്രീമിയർ ലീഗിൽ കിരീടം നേടാൻ പോകുന്നില്ല. യുണൈറ്റഡിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് എനിക്ക് വലിയ സങ്കടമുണ്ട്. എൻ്റെ ഹൃദയത്തിലുള്ള ക്ലബ്ബാണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ്. പറയുന്നത് ക്രിസ്ത്യാനോ റൊണാൾഡോയാണ്. അദ്ദേഹം അവിടെ നിന്ന് പോയത് വലിയ സങ്കടകരമായ രൂപത്തിലാണ്, നമുക്കറിയാം. പക്ഷേ യുണൈറ്റഡിൻ്റെ ലെജൻഡാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. അപ്പോൾ അദ്ദേഹം പിയേഴ്സ് മോർഗനുമായിട്ട് ഒരു ഇൻ്റർവ്യൂ സംസാരിച്ചല്ലോ. അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് ചാനലിൽ ആ ഇൻ്റർവ്യൂ ഉണ്ട്. പിയേഴ്സ് മോർഗൻ്റെ ചാനലിൽ നമുക്ക് കാണാൻ പറ്റും. കണ്ടിരിക്കേണ്ട ഒരു ഇൻ്റർവ്യൂ ആണ്. വളരെ മനോഹരമായിട്ട് രണ്ടുപേര് സംസാരിക്കുന്ന സുന്ദരമായിട്ടുള്ളൊരു ഇൻ്റർവ്യൂ ആണ്. അപ്പോൾ അതിലാണ് അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ കുറിച്ച് പറയുന്നത്. അദ്ദേഹം പറയുന്നത് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഇത്തവണ പ്രീമിയർ ലീഗിൽ കിരീടം ചൂടാൻ പോകുന്നില്ല. കാരണം ഓൾറെഡി അവർ ഒരുപാട് പോയിൻ്റ് പുറകിലാണുള്ളത്. പിന്നെ യുണൈറ്റഡിനെ ഇങ്ങനെ കാണുന്നതിൽ എനിക്ക് വലിയ സങ്കടമുണ്ട്. കാരണം ഇപ്പോഴും ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്ന് തന്നെയാണ് യുണൈറ്റഡ്. എൻ്റെ ഹൃദയത്തിൽ ഉള്ള ക്ലബ്ബാണ് യുണൈറ്റഡ്. പക്ഷേ അവർക്ക് മുന്നോട്ട് പോകണമെങ്കിൽ ദേ നീഡ് സ്മാർട്ട് ഗുഡ് പീപ്പിൾ ടു മാനേജ് ദി ക്ലബ്ബ്. അതുപോലെ നേരത്തെ വർഷങ്ങൾക്ക് മുമ്പ് അവർ ചെയ്ത പോലെ ഭാവി നല്ല രൂപത്തിൽ അവർ ക്രിയേറ്റ് ചെയ്തെടുക്കേണ്ടതുണ്ട്. റൈറ്റ് നൗ മാഞ്ചസ്റ്റർ യുണൈറ്റഡിനൊരു സ്ട്രക്ചറില്ല. ഞാൻ ആഗ്രഹിക്കുകയാണ്, ഞാൻ പ്രതീക്ഷിക്കുകയാണ് ഈ കാര്യങ്ങൾ മാറും എന്നുള്ളത്. ലോകത്തെ ഏറ്റവും മികച്ച ക്ലബ്ബുകളിൽ ഒന്ന് തന്നെയാണ് ഇപ്പോഴും യുണൈറ്റഡ്. പക്ഷേ റിസൾട്ടുകൾ വരേണ്ടതുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ് ഈസ് സ്റ്റിൽ ഇൻ മൈ ഹാർട്ട്. ഐ ലവ് ദം. അവർക്ക് മാറ്റം ആവശ്യമാണ്. അത് കോച്ചിൻ്റെ കാര്യത്തിലോ പ്ലേയേഴ്സിൻ്റെ കാര്യത്തിലോ മാത്രമല്ല. എൻ്റെ വ്യൂ ആണ് ഞാൻ ഈ പറയുന്നത്. ഇപ്പോൾ റൂബൻ അമോറിം എന്താ ചെയ്യുന്നത്? അദ്ദേഹത്തിൻ്റെ ഏറ്റവും ബെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനിയിപ്പോൾ അദ്ദേഹം എന്താണ് ചെയ്യേണ്ടത്? മിറക്കിൾസ് ചെയ്യണം. മിറക്കിൾസ് പോസിബിൾ അല്ലല്ലോ. മിറക്കിൾസ് ആർ ഓൺലി ഇൻ ഫാറ്റിമ. സോ പ്ലെയേഴ്സ് നല്ല പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ അതിൽ ചിലർക്ക് അവരുടെ മനസ്സിൽ എന്താണ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് എന്നതിനെക്കുറിച്ച് കൃത്യമായ ധാരണയില്ല എന്നുകൂടി ഇപ്പോൾ ക്രിസ്ത്യാനോ റൊണാൾഡോ പറഞ്ഞു വെക്കുന്നു. ഏതായാലും അദ്ദേഹം ഇപ്പോഴും മാഞ്ചസ്റ്റർ യുണൈറ്റഡിനെ വല്ലാതെ സ്നേഹിക്കുന്നു. യുണൈറ്റഡിൻ്റെ ഈ അവസ്ഥയിൽ അദ്ദേഹത്തിന് വലിയ സങ്കടമുണ്ട്. അത് തന്നെയായിരിക്കും യുണൈറ്റഡിനെ കാലങ്ങളായി പിന്തുടരുന്ന ആരാധകർക്കും പറയാനുണ്ടാവുക. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.